നമസ്കാരം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മോശമായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ആരുടേതാണ്? അത് എവിടെയായിരിക്കും? രാഹുൽ ഗാന്ധി കണ്ട സ്വപ്നം തകർത്തെറിഞ്ഞത് ആരാണ്? ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചതും അതിനുള്ള ഉത്തരങ്ങൾ നൽകിയതും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ. ദേശീയ നേതൃത്വത്തിന്റെ രൂക്ഷ വിമർശനത്തിനിരിക്കുന്നത് കേരളത്തിലെ രണ്ട് യൂത്ത് കോൺഗ്രസ് താരങ്ങൾ തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടവും മുൻ പ്രസിഡന്റ് ഷാഫി പറമ്പിലും. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന വേളയിൽ ഷാഫി പറമ്പിലിന്റെ അനാസ്ഥ കാരണം സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനം പണിയുന്നതിൽ വീഴ്ച വരുത്തിയതിന് നാഷണൽ യൂത്ത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് നഷ്ടം വന്നത് 1-2 3 കോടി രൂപയാണ്. രാഹുൽ മാങ്കൂട്ടം വില്ലനായ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദവും കേന്ദ്ര നേതൃത്വത്തെ ഇതാ ചൊടിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നെയ്യാർ ഡാമിൽ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി കൃഷ്ണ അല്ലവരു ഇരു നേതാക്കൾക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടത്. ഷാഫി പറമ്പിലിന്റേത് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും മോശവും ലജ്ജാകരവുമായ നേതൃത്വകാലമെന്നാണ് ദേശീയ നേതൃത്വം വിമർശിച്ചത്. സംസ്ഥാന ആസ്ഥാനം പണിയുന്നതിന് തിരുവനന്തപുരത്തെ നന്തങ്കോട് 4.5 സെന്റ് ഭൂമി വാങ്ങിയിരുന്നു. ഡീൻ കുര്യാക്കോസ് പ്രസിഡന്റായിരുന്ന സമയത്ത് സംസ്ഥാന വ്യാപകമായി പദയാത്ര നടത്തി സമാഹരിച്ച 80 ലക്ഷം രൂപയാണ് ഇതിനായി ചിലവഴിച്ചത്. ഒടുവിൽ പണം തികയാതെ വന്നപ്പോൾ ഈ ഭൂമി പണയപ്പെടുത്തിയാണ് ഇടപാട് തീർത്തത്. ഇതിലെ രേഖകൾ തയ്യാറാക്കുന്നതിലും കൃത്യസമയത്ത് സമർപ്പിക്കുന്നതിലുമൊക്കെ ഷാഫി പറമ്പിൽ പ്രസിഡന്റായിരുന്നപ്പോൾ വീഴ്ച വരുത്തി എന്നാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വിമർശനം. ഇതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് 3 കോടി രൂപ ബാങ്കിൽ പലിശയായി അടയ്ക്കേണ്ടി വന്നിരുന്നു. ഇത് ഉയർത്തിക്കാട്ടിയാണ് AICC ജനറൽ സെക്രട്ടറി ഷാഫി പറമ്പിലിനെ വിമർശിച്ചത്. ലജ്ജാകരമായ പ്രവൃത്തിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും കൃഷ്ണ അല്ലവര് പറയുന്നു. ഷാഫി പറമ്പിൽ ഈ വിമർശനങ്ങളെല്ലാം ഉയർന്ന യോഗത്തിൽ പക്ഷേ പങ്കെടുത്തിരുന്നുമില്ല. അടുത്തത്, സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഉയർന്ന വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുൻനിർത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ AICC ജനറൽ സെക്രട്ടറി വിമർശിച്ചത്. രാഹുൽ ഗാന്ധിയുടെ സ്വപ്ന പദ്ധതിയെ സംസ്ഥാനത്തെ ചിലർ കളങ്കപ്പെടുത്തിയതായി കൃഷ്ണ അല്ലവര് പറയുന്നു. ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും ദേശീയ നേതൃത്വത്തെ വഞ്ചിക്കുന്ന നടപടിയാണ് ഉണ്ടായത്. ഇതിനെതിരെ തെളിവുണ്ടെങ്കിൽ സമർപ്പിച്ചാൽ ഉറപ്പായും നടപടി സ്വീകരിക്കുമെന്നും ദേശീയ നേതൃത്വം മറ്റ് സംസ്ഥാന ഭാരവാഹികളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാരവാഹികൾ മാത്രം പങ്കെടുത്ത യോഗത്തിലാണ് ഈ വിമർശനങ്ങളെല്ലാം എന്നതും അതിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. എന്നാൽ കൃഷ്ണ അല്ലാരു നല്ലവനെന്നാണ് സംസ്ഥാന നേതൃത്വം ഇനിയും പറയുന്നത്. വിമർശനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും ആസ്ഥാന മന്ദിര നിർമ്മാണത്തിന് വീണ്ടും സഹായം ചെയ്യുകയാണ് ദേശീയ നേതൃത്വം ചെയ്തതെന്നുമാണ് സംസ്ഥാന ഘടകത്തിന്റെ പ്രതികരണം. ആസ്ഥാന മന്ദിര നിർമ്മാണത്തിന് ഒരിക്കൽ ദേശീയ നേതൃത്വം സഹായിച്ചതാണെന്നും വീണ്ടും സഹായം ആവശ്യമുണ്ടെങ്കിൽ നൽകാമെന്നുമാണ് AICC ജനറൽ സെക്രട്ടറി മറുപടി നൽകിയതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. ഷാഫി പറമ്പിലിന്റെ കമ്മിറ്റിയല്ല ആസ്ഥാനത്തിന് ഭൂമി വാങ്ങിയതെന്നും മാങ്കൂട്ടം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പേരിലാണ് ആദ്യം ഭൂമി വാങ്ങിയത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ ദേശീയ നേതൃത്വം സഹായിച്ചു. അതിനാൽ ഈ ഭൂമി AICCയുടെ പേരിലേക്ക് എഴുതി മാറ്റി. ജനുവരിയിൽ തന്നെ തങ്ങളുടെ ആസ്ഥാന മന്ദിര നിർമ്മാണം ആരംഭിക്കുമെന്നും രാഹുൽ തറപ്പിച്ചു പറയുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുന്നു കേരളത്തിലെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും. യുവാക്കളെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിലേക്ക് വളരെ ചിട്ടായ പരിശീലനം നൽകി ഉയർത്തിക്കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴാണ് അനർഹർ വ്യാജ വോട്ട് നേടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുന്നെന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് ഹൈക്കമാൻഡിനെ ഞെട്ടിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. നടപടി എന്താകുമെന്ന് ഇനി കാത്തിരുന്ന് കാണാം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.